സാങ്കേതികമായും തത്വപരമായും നിയമപരമായൊക്കെ ചിന്തിക്കുമ്പോൾ മറ്റൊരാശങ്ക കൂടിയുണ്ട്. പൾസർ സുനി 3 വർഷം കിടന്നാൽ മതിയോ? 20 വർഷത്തേക്ക് ശിക്ഷ പറയുമ്പോഴും 10 വർഷം ശിക്ഷ പൂർത്തിയാക്കുമ്പോൾ ചില ഇളവുകൾ, പരോളുകൾ, ചില നടപടികൾ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ചില എഴുതപ്പെടാത്ത നിയമങ്ങളൊക്കെ ഇങ്ങനെ കയറി വരും. ഒരാൾ 10 വർഷത്തോളം കൃത്യമായി ജയിലിൽ കിടക്കുകയും നല്ല നടപ്പിലേക്ക് പോകുന്ന രീതിയിലേക്കൊക്കെ വരുമെന്ന് തോന്നിയാൽ പിന്നെ ചില കേസുകൾ ചിലപ്പോൾ കോടതികളിലേക്ക് പോയാൽ വീണ്ടും വീണ്ടും റിവിഷൻ പെറ്റീഷനും പല രൂപത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒരു വിഷയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി 3 വർഷം കടന്നാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിനിടയിലാണ് ഹണി എം വർഗീസ് ജഡ്ജി ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഈ വിധി പറയുന്നതിനകത്ത് രാവിലെ ഒരു പ്രസ്താവന നടത്തി. ഈ എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ 250 വരുന്ന ഡിജിറ്റൽ ഓൺലൈൻ യൂട്യൂബ് മാധ്യമങ്ങളും സാറ്റലൈറ്റ് മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാവരും അഭിഭാഷകരെയും ജഡ്ജിമാരെയും ഈ അധിക്ഷേപിക്കുന്ന നിലയിൽ വലിയ വാർത്തകൾ കൊടുക്കുന്നു. സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം കോർട്ടലക്ഷ്യം വരും എന്നുള്ള ഒരു മുന്നറിയിപ്പും അവർ നൽകി. പക്ഷെ ഇതൊക്കെ നൽകുമ്പോഴും ഒരു വശത്ത് കോർട്ടലക്ഷ്യം എന്നൊരു ഭീഷണി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോടതിയെ ആളുകൾ വിമർശിക്കാത്തത്. പക്ഷെ അങ്ങനെ ഒരു ഭീഷണി രാജ്യത്ത് അല്ലെങ്കിൽ കോർട്ടലക്ഷ്യമാകുമെന്ന് വച്ചിരിക്കുന്നത് ആളുകൾ തലങ്ങും വിലങ്ങും ഓരോ വിധിയെയും വിമർശിച്ച് യാതൊരു ലൈസൻസും ഇല്ലാതെ വിമർശിക്കാതിരിക്കലാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ ജഡ്ജി ആയാലും കോടതിയായാലും വക്കീലന്മാരായാലും എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു നിയമം വച്ചിരിക്കുന്നത് അത് എടുത്ത് പ്രയോഗിക്കാനല്ല, ചില നിയമങ്ങൾ വച്ചിരിക്കുന്നത് പ്രയോഗിക്കാനല്ല, അതും ഒരു സന്ദേശം കൊടുക്കാനാണ്. അതായത് കോടതി വിധികൾ വന്നാൽ തലങ്ങും വിലങ്ങും യാതൊരു നീതിബോധവുമില്ലാതെ സമൂഹം അതിനെ അലക്കരുത്. കാരണം ജനങ്ങൾക്ക് കോടതിയോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടും. അത്രേ ഉള്ളൂ അതിനകത്ത്. എന്ന് പറഞ്ഞതിനർത്ഥം കോടതി എന്ത് പറഞ്ഞാലും അത് ഉണ്ടയില്ലാതെ വെടിവെക്കുന്നത് പോലെ അല്ലെങ്കിൽ വിഴുങ്ങിക്കോണം, നമുക്ക് വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന് പറയാനും കഴിയുകയില്ല. കോടതി പറയുന്ന കാര്യങ്ങളെ പൊതുസമൂഹം സ്വാഭാവികമായി ചർച്ച ചെയ്യും, നിയമജ്ഞർ ചർച്ച ചെയ്യും. എത്രയോ നിയമജ്ഞർ ഇപ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ തന്നെ ടി ജി മോഹൻദാസിനെ പോലുള്ളവർ, അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ളവർ, വളരെ വലിയ സംഖ്യയായിട്ടൊക്കെ ഉള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ളവർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നല്ല നിയമജ്ഞനാണ്. അങ്ങനെയുള്ള എത്രയോ പേർ ദിലീപിന് അനുകൂലമായി പറഞ്ഞു. ദിലീപിന് തെളിവില്ലാത്തതാണ് ദിലീപിനോട്ട്, അതും ഈ ജഡ്ജി കേട്ടില്ലയോ? അപ്പൊ ഒരു വശത്ത് ദിലീപിന് അനുകൂലമായി എത്രയോ പേര് പറയുന്നു, അതുപോലെ തന്നെ ദിലീപിനെതിരെയും പറയുന്നു, സ്വാഭാവികമായിട്ട് പറയുന്നു. ഭാവനയ്ക്ക് അതിജീവിതയ്ക്ക് അനുകൂലമായി പറയുന്നു. അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഈ രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങാൻ ബെഡിൽ പോകുന്നത് വരെ അത് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാകട്ടെ, യാത്ര ചെയ്യുന്നവരാകട്ടെ, ജീവിച്ചിരിക്കുന്നതെന്ന് പറയാം. നമുക്ക് ജീവിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ടെന്നും, അത് ഏത് രാജ്യത്തിലായാലും അവിടെ ഒരു പട്ടാള വ്യവസ്ഥയുണ്ടെന്നും, അവിടെ ഒരു പോലീസ് വ്യവസ്ഥയുണ്ടെന്നും, അവിടെ ലാ ആൻഡ് ഓർഡർ നോക്കാൻ ആളുകളുണ്ടെന്നും, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടി ഡബിളാണത്. വ്യക്തിയെ, പുരുഷനാണെങ്കിലും പുരുഷനേക്കാൾ കുറച്ചുകൂടി ഡബിളാണ് സ്ത്രീക്ക് സുരക്ഷ. ഞങ്ങൾ സ്ത്രീകളെയും പുരുഷന്മാരെന്ന വ്യക്തികളെ സംരക്ഷിക്കപ്പെടുന്നത് ഈ നിയമവ്യവസ്ഥയാണ്, ലാ ആൻഡ് ഓർഡർ ആണ്. അവർ ഉറങ്ങുന്നില്ല, കോടതി അവർ ഉറങ്ങുന്നില്ല. സാങ്കേതികമായി ഉറങ്ങും, ഞാൻ പറഞ്ഞത് അല്ല, ഭൗതികമായി ഉറങ്ങും. ഞാൻ പറയുന്നത് അവർ ഉറങ്ങാതെ 24 മണിക്കൂറും ഇന്ത്യൻ ഭരണഘടനയും 24 മണിക്കൂറും നമ്മുടെ നിയമവ്യവസ്ഥയും ലാ ആൻഡ് ഓർഡർ ശരിക്കും പറഞ്ഞാൽ പോലീസ് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ തത്വത്തിൽ ശരിയാണ്. പട്ടാളം 24 മണിക്കൂറാണ്, രാത്രിയാണ് വെടിവെക്കേണ്ട അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി പോകുമല്ലോ. അപ്പൊ 24 മണിക്കൂർ ഉറങ്ങുന്നില്ല. അപ്പൊ 24 മണിക്കൂറും പട്ടാളക്കാർ ഉറങ്ങാതെ അതിർത്തിയിലൊക്കെ കൃത്യം ഷിഫ്റ്റ് ഇട്ട് 24 മണിക്കൂറും പട്ടാളക്കാർ ഇരുന്നു കൊണ്ട്, അതുപോലെ തന്നെ പോലീസുകാർ 24 മണിക്കൂറും റോഡിലും അതുപോലെ നിരത്തുകളിലും ഒക്കെ വലിയ രീതിയിൽ സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള വലിയ ഒരു സംരക്ഷണ കവചത്തിനകത്താണ് ജഡ്ജിയും ഞാനും നിങ്ങളും വക്കീലും എല്ലാം ജീവിക്കുന്നത്. ഈ രക്ഷാ കവചം പലപ്പോഴും പൊട്ടിപ്പോകുമോ എന്ന് ചോദ്യം വന്നാൽ, ആ രക്ഷാ കവചം നമുക്ക് രക്ഷ തരുന്നില്ലെന്ന് തോന്നിപ്പോയാൽ പിന്നെ ഈ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് ജനാധിപത്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പണമുള്ളവർക്കെതിരെ ഒരു കേസ് വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കോടതികൾ വിധി പുറപ്പെടുവിക്കാൻ. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ പോകുന്നത് പണമുള്ളവർക്ക് സുഖമായി ഇറങ്ങി വരാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നൈതികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനും ഒരു പിതാവാണ്, ഒരു സഹോദരനാണ്.
പിന്നെ അനിയനാണ്, മാമനാണ്, ചിറ്റപ്പനാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ചുറ്റുമുള്ള ബന്ധുമിത്രാദികളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. ആ പെൺകുട്ടികളുടെ ഭാവിയൊക്കെ ഓർത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഭീതിയായിരിക്കും, ഭയമായിരിക്കും. സിനിമാ രംഗത്തേക്ക് ഇനി സ്ത്രീകൾ വരുമോ? ഇതുപോലത്തെ ദുഷ്ടന്മാരുടെ ലോകത്തേക്ക് സ്ത്രീകൾ ഇനി സധൈര്യം അഭിനയിക്കാൻ വരുമോ? ഗൗരവമായ ചോദ്യമാണ്. വന്നാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതാരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നൊരു ചോദ്യം വരും. കോടതികളിൽ നിന്ന് പോലും വളരെ ഈസിയായി ഇറങ്ങി വരുന്ന കാണുമ്പോൾ, പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കേസെടുക്കാതെ വളരെ കൃത്യമായി ജാമ്യം കിട്ടി ഇവിടെ വിഹരിക്കുമ്പോൾ, സാങ്കേതികത്വത്തിന്റെ കാര്യം പറഞ്ഞ് നടക്കുമ്പോൾ, അതാരായാലും ശരി, രാഹുൽ മാങ്കൂട്ടമായാലും അകത്ത് കിടക്കുന്ന രാഹുൽ ഈശ്വറായാലും ആരായാലും, ഈ ദിലീപായാലും അതിജീവിതയിൽ വന്നിട്ടുള്ള പൾസാർ സുനിയായാലും ആരായാലും, തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് സംശയിക്കുന്നവർ കൃത്യമായി പിടിക്കപ്പെടാതെയും ശിക്ഷിക്കപ്പെടാതെയും പോകുന്ന, അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ, ഒരുപക്ഷെ അവർ അർഹിക്കുന്ന ശിക്ഷ കുറവായിരിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടി വരും. ആർക്ക് വേണ്ടി? സമൂഹത്തിന് വേണ്ടി. അങ്ങനെ കൊടുക്കേണ്ടി വരും. അവിടെ നീതി നോക്കേണ്ടത് ഒരു സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം കൂടി തന്നെയാണ്, നിർബന്ധം. കാരണം ഇവിടെ മാന്യമായി ജീവിക്കുന്നവർക്ക്, തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നവർക്ക് സ്വസ്ഥമായി ഉറങ്ങണം, സ്വസ്ഥമായി ജീവിക്കണം. അത് ഏതിന്റെ പേരിലായാലും ശരി. അല്ലാതെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകൾക്കും ബലാത്സംഗം ചെയ്യുന്നവർക്കും അവരേക്കും കൂടി കുറെ നീതി വേണം എന്നുള്ള രീതിയിലുള്ള ചിന്ത വരുമ്പോൾ ഒരുതരം അനാർക്കിയായിരിക്കും പിന്നെ അവിടെ സംഭവിക്കുക. ആളുകളെല്ലാം സ്വയരക്ഷയ്ക്ക് ഉള്ള കാര്യങ്ങൾ ആലോചിക്കും. പലരും തോക്കിന് അപ്ലൈ ചെയ്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും അംഗരക്ഷകരെ വയ്ക്കുന്ന കഥകൾ കേട്ടിട്ടുണ്ട്, പലരും കത്തിയും. ഒരു തമാശ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി ക്ലാസ് ഒക്കെ എടുക്കുന്ന മോട്ടിവേഷൻ നടത്തുന്നവർ പറയും, ബസ്സിലൊക്കെ വെച്ച് പുരുഷന്മാരെ പയ്യന്മാരെ ശല്യം ചെയ്യണമെങ്കിൽ ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഒരു മൊട്ടുസൂചിയോ പിന്നോ കയ്യിൽ വെച്ചിരുന്ന ചെറിയൊരു കുത്തു കൊടുത്താൽ അത് വേദന വരുമ്പോൾ മതിയാക്കുമെന്ന് പറയും. ഒരു സ്വയം പ്രതിരോധം. പക്ഷെ അത് ഒരു സ്വയം പ്രതിരോധം പെൺകുട്ടികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരും അങ്ങനെ ചെയ്യാറുമില്ല, കുത്താറുമില്ല, പിന്നെ വേറെ വഴക്ക് നടക്കും. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി സ്വയം പ്രതിരോധത്തിലേക്ക് പോകണം എന്നുള്ള സന്ദേശം കിട്ടിപ്പോയാൽ ഞാൻ ഈ പറഞ്ഞ സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണല്ലോ ഒരു ജഡ്ജി എന്ന് പറയുന്ന ആളിന്, ഞാൻ ഈ ഹണി വർഗീസ് ജഡ്ജിക്ക് അല്ല പറയുന്നത്, ഒരു ജഡ്ജി എന്ന് പറയുന്ന ആളിന് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഈ സമൂഹം കൊടുക്കുന്നത്. പണത്തിന്റെ രൂപത്തിൽ കാറ് കൊടുക്കുന്നു, ഓഫീസ് കൊടുക്കുന്നു, 2 പത്രം വരുത്താൻ കൊടുക്കുന്നു, ബിസ്ക്കറ്റ് വാങ്ങാനുള്ള പൈസ കൊടുക്കുന്നു, ചായക്കുള്ള പൈസ കൊടുക്കുന്നു, അതിഥികൾക്കുള്ള പൈസ കൊടുക്കുന്നു. ജഡ്ജിയൊക്കെ ആയാൽ വലിയ ശമ്പളത്തെക്കാൾ ഉപരി വലിയ സന്നാഹമാണ്, വലിയ പണമാണ്, വലിയ സൗകര്യങ്ങളാണ് സമൂഹം കൊടുക്കുന്നത്. ഇത്രയും സമൂഹം കൊടുക്കുന്നത്, ചീഫ് സെക്രട്ടറിക്ക് ഇത്രയും ഉയർന്ന പണം അനുവദിച്ചിരിക്കുന്നത്, IAS-കാർക്ക് ഇത്രയും വലിയ ശമ്പളം അനുവദിച്ചിരിക്കുന്നത്, IPS-കാർക്ക് ഇത്രയും വലിയ ശമ്പളം അനുവദിച്ചിരിക്കുന്നത്, സാധാരണ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള ജഡ്ജിമാർക്കെല്ലാം വലിയ ശമ്പളവും ഒരുപാട് ആനുകൂല്യങ്ങളും, ഞാൻ പറഞ്ഞില്ല പത്രം വരുത്തുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും, പാല് വാങ്ങിക്കാൻ പൈസ ഉണ്ടെന്നാണ് തമാശയ്ക്ക് പറയാറുള്ളത്. അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു സമൂഹം, ഈ പട്ടിണി രാജ്യം എല്ലാവരെയും പോറ്റുന്നത്. ഞങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാകും. ഞങ്ങൾ ഉറങ്ങുമ്പോൾ, സുഖമായി ഉറങ്ങുമ്പോൾ, ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ പോലെ, പൈലറ്റിനെ പോലെ, സേനാനായകനെ പോലെ ഈ കോടതി ഇവിടെ ഉണ്ട്, ഈ പോലീസ് സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. അതിന് വലിയ കോട്ടം തട്ടുന്ന ഒരുപാട് വിധികളുണ്ട്. ഈ വിധി ആ ശ്രേണിയിലേക്ക് കയറുമോ എന്നുള്ളത് കാലം ചർച്ച ചെയ്യട്ടെ. എന്തായാലും ദിലീപിന്റെ ഭാഗത്തേക്കും കുറെ ആളുകൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ദിലീപിനെതിരായിട്ടുള്ള അതിജീവിതരുടെ ഭാഗത്ത് നിന്നുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിമർശനം വരുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹണി എം വർഗീസ് ജഡ്ജി അവർകൾ രണ്ടും കാണണം, അല്ലാതെ രണ്ടും കണ്ടുകൊണ്ട് വേണം ഇതിനെ വിലയിരുത്താൻ. ഏകപക്ഷീയമല്ല കേരളത്തിലെ ചാനലുകളുടെ ചർച്ചകളും വിധികളും. ഏത് ചാനൽ എടുത്താലും അവിടെ എല്ലാ പക്ഷവും പറയുന്നുണ്ട്. ഏത് യൂട്യൂബ് എടുത്താലും അവർ പല വേർഷനും കൊടുക്കുന്നുണ്ട്. ഒരു സമയത്ത് ഒരു വേർഷൻ ആണെങ്കിൽ മറ്റൊരു സമയത്ത് മറ്റൊരു വേർഷനും അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ജോലി, മാധ്യമങ്ങളുടെ ജോലി, ഇതൊക്കെ പല വേർഷനുകൾ എടുത്തു കൊടുക്കൽ തന്നെയല്ലേ.